എല്ലാവർക്കും യൂണിറ്റൈ ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജുമായി ബന്ധപ്പെട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സിമ്പിൾ മെഷീൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു ടോപ്പിക്കുമായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള പല ക്വസ്റ്റ്യൻസും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പോർഷനിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഫൈനൽ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നമുക്ക് A+ കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ചാപ്റ്റർ 7ലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ക്രൂ ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ്. അപ്പോൾ നമുക്കറിയാം സ്ക്രൂ നമ്മൾ ഒരുപാട് സ്ക്രൂ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു സിമ്പിൾ മെഷീൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഏത് സിമ്പിൾ മെഷീൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മോഡിഫൈ ചെയ്താന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായാലും പുള്ളിയല്ല, അതേപോലെ ലിവറുമല്ല, വീൽ ആൻഡ് ആക്സിലും അല്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അതായത് ഒരു സ്ക്രൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ മുകളിലോട്ടേക്ക് ഇതേപോലെ ഇങ്ങനെ കർവായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇതേപോലെ കർവായിട്ടായിട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സ്ക്രൂ ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മയിൽ വേണം, ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക, അല്ല എങ്കിൽ നിങ്ങളുടെ ആൻസർ തീർച്ചയായിട്ടും തെറ്റിപ്പോകും. അപ്പോൾ അസേഷൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലിവർ ഈസ് 1 ഇഫ് ദ മിഡ് പോയിന്റ് ഈസ് ഫൾക്രം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഫൾക്രം ആയിരിക്കും സെൻറ്ററിൽ, ഒരു സൈഡിൽ എഫേർട്ട് ഉണ്ടാവും, ഒരു സൈഡിൽ ലോഡ് ഉണ്ടാവും. അപ്പോൾ ഇവയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ആവണമെങ്കിൽ ഫൾക്രം എന്ന് പറയുന്നത് എവിടെ വേണം, സെൻറ്ററിൽ വരണം. അപ്പോൾ ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലിവർ ഈസ് 1 ഇഫ് ദ മിഡ് പോയിന്റ് ഈസ് ഫൾക്രം എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ നമുക്ക് അതിൻ്റെ റീസൺ നോക്കാം. എഫേർട്ട് ആം ഗ്രേറ്റർ ദാൻ ലോഡ് ആം. അപ്പോൾ ഇവിടെ നോക്കാം, എഫേർട്ട് ആം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ലോഡ് ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ എഫേർട്ട് ആം ലോഡ് ആമിനേക്കാൾ ഗ്രേറ്റർ ആണോ? അല്ല. ഇവിടെ എഫേർട്ട് ആമും ലോഡ് ആമും ഈക്വൽ ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കുക നമ്മുടെ റീസൺ എന്ന് പറയുന്നത് റോങ് ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ കണ്ടീഷൻസ് അറിയുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു നോ അബൌട്ട് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ഫോർസപ്പ്. അപ്പോൾ ഞാൻ മുമ്പ് അവസാനത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഫോർസപ്പ് എന്താണ്, അതിൻ്റെ ഇമേജ് എന്താണെന്നും അത് ഏത് ഓർഡർ ആണെന്ന് കണ്ടുപിടിക്കേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പിക്ചർ ഞാൻ തന്നിട്ടുണ്ട്. എക്സാമിന് ഈ പിക്ചർ ഉണ്ടാകില്ല എന്ന് ഓർത്തൊക്കെ ഫോർസപ്പ് എന്താണെന്ന് നിങ്ങളുടെ മൈൻഡിൽ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലോട്ടേക്ക് കടന്നു വരണം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഇറ്റ് എന്നുള്ളതാണ് സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം, ഇത് വാട്ട് ഡു യു നോ അബൌട്ട് ദി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ഫോർസപ്പ്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണെന്ത്, എഫേർട്ട് ആം ബൈ ലോഡ് ആം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, എഫേർട്ട് എന്ന് പറയുന്നത് സെൻട്രലാണ്. ഇനി നമ്മുടെ ഫൾക്രം എന്ന് പറയുന്നത് ഈ ഒരു അറ്റത്തും ലോഡ് എന്ന് പറയുന്നത് മറ്റൊരറ്റത്തുമാണ്. അപ്പോൾ നമ്മുടെ എഫേർട്ട് ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലോഡ് ആം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോഡ് ആം ആണ് വലുത് എങ്കിൽ, അപ്പോൾ ഇവിടെ എഫേർട്ട് ആം ലെസ് ദാൻ ലോഡ് ആം ആണ്, അഥവാ ലോഡ് ആം ഗ്രേറ്റർ ദാൻ എഫേർട്ട് ആം ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇത് തേർഡ് ഓർഡർ ലിവറാണ്. തേർഡ് ഓർഡർ ലിവർ ആണെങ്കിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കണ്ടെത്തി, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തേർഡ് ഓർഡർ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ 1. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഇറ്റ്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ്. എന്താണ്? ഇറ്റ് വിൽ റെഡ്യൂസ് എക്സേഷൻ. നമ്മുടെ വർക്ക് ചെയ്യുന്ന എഫേർട്ട്, ഹാർഡ് വർക്ക്, സ്ട്രെയിൻ, ഓൾ ടുഗദർ വി ക്യാൻ സേ റെഡ്യൂസ് എക്സേഷൻ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഹൗ ഡു യു കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ മൂവബിൾ പുള്ളി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. പുള്ളി തന്നിട്ടുണ്ട്, അത് മൂവബിൾ പുള്ളിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ലോഡ് ഈസ് 200 ന്യൂട്ടൺ ഹൗ മച്ച് ഈസ് ദ എഫേർട്ട്.
അപ്പോൾ നോക്കണം, ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ മൂവബിൾ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ മൂവബിൾ പുള്ളിയാണെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഞാൻ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ റിലേഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ജസ്റ്റ് ഒന്ന് എടുത്തേതാം. ലോഡ് തന്നിട്ടുണ്ട് 200 ആണ്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് എന്ന് എഴുതുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് എന്ത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എഫേർട്ട് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് കിട്ടും. എഫേർട്ട് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലോഡ് കിട്ടും. ഇനി എഫേർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ ലോഡ് ബൈ 2 ആയിരിക്കും. ലോഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എഫേർട്ടാണ്. അപ്പോൾ എഫേർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ലോഡിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 200/2 എന്ന് വരും, അഥവാ നമ്മുടെ ആൻസർ 100 എന്ന് വരും. ആൻസർ എന്ത് വരും, 100 എന്ന് വരും. അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ നിർബന്ധമായും ഓർത്ത് വെക്കുക. എഫേർട്ട് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് കിട്ടും. എഫേർട്ട് ഈക്വൽ ടു ലോഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനുമായി ഡിസ്കഷൻ നടത്താം. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനാണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ലിവേഴ്സ്. നമുക്ക് താഴെ കുറച്ച് ലിവറുകൾ തന്നിട്ടുണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഫയർ ടോങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയർ ടോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 3rd ഓർഡർ ലിവറാണ്. 3rd ഓർഡർ. ഇനി ബീം ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1st ഓർഡർ ആയിരിക്കും. കാരണം 2 സൈഡിലും ബാലൻസ് ചെയ്ത് അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആകുന്നത് ഏത് ഓർഡറിൽ മാത്രമാണ്, 1st ഓർഡറിൽ മാത്രമാണ്. അടുത്തതാണ് സീസോ. നമുക്കറിയാം സീസോയും 1st ഓർഡർ ആണ്. കാരണം അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. അടുത്തതാണ് പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയർ നമ്മൾ അതിൻ്റെ ഒരു പിക്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ പ്ലെയറിൽ ഫൾക്രം എന്ന് പറയുന്നത് സെൻട്രലാണ്. എഫേർട്ട് എന്ന് പറയുന്നത് ഈ അറ്റത്താണ്. ലോഡ് എന്ന് പറയുന്നത് ഈ അറ്റത്താണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എഫേർട്ട് ആമാണ് ഗ്രേറ്റർ, ലോഡ് ആം എന്താണ്, ചെറുതാണ്. അപ്പോൾ എഫേർട്ട് ആം ഗ്രേറ്ററും ലോഡ് ആം ചെറുതുമാണ് എങ്കിൽ അതിനർത്ഥം അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ അത് 2nd ഓർഡർ ആയിരിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായും പഠിച്ചു വെക്കുക. ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു 2 എന്നുള്ളത് വെച്ചിട്ട് എഫേർട്ടിൻ്റെ ഇക്വേഷൻ എഫേർട്ട് ഇൻറ്റു 2 ടൈംസ് എഫേർട്ട് ഈക്വൽ ടു ലോഡ് എന്നും എഫേർട്ട് ഈക്വൽ ടു ലോഡ് ബൈ 2 എന്നും. എഫേർട്ട് ഈക്വൽ ടു ലോഡ് ബൈ 2. ഈ 2 ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ യു ഇൻക്രീസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ വെഡ്ജ്. അപ്പോൾ നമുക്കറിയാം വെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഈ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും, അതിൻ്റെ തിക്നെസ് കുറയുകയും അഥവാ എച്ച് കുറയുകയും ചെയ്യുക. എച്ച് ഡിക്രീസസ്. 2 പോയിന്റുകളാണ് ഇവിടെ പഠിക്കേണ്ടത്. ഒന്ന് ഇൻക്രീസ് ദ ലെങ്ത്, ഒന്ന് റെഡ്യൂസ് ദ ഹൈറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ദ തിക്നെസ് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെഡ്ജിനെ തിന്നറാക്കുക എന്നുള്ളതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഘടകം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ലിവർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് 2nd ഓർഡറാണ്. ഇനി വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്താണ് മനസ്സിലായെന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഐഡിയ നമുക്ക് കിട്ടി, അത് 2nd ഓർഡർ ആണെന്ന്. അപ്പോൾ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എഴുതേണ്ടത് ദ എഫേർട്ട് ആം ഈസ് ഗ്രേറ്റർ ദാൻ ലോഡ് ആം. ആം ഈസ് ഗ്രേറ്റർ ദാൻ ലോഡ് ആം. എഫേർട്ട് ആം എന്താണ്, ലോഡ് ആമിനേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എഴുതുമ്പോൾ എന്ത് എഴുതണം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എഫേർട്ട് ആം ഗ്രേറ്റർ ദാൻ ലോഡ് ആം. ഹെൻസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ദ റേഡിയസ് ഓഫ് എ വീൽ ഈസ് 10 സെൻറ്റിമീറ്റർ. വീൽ എന്ന് കണ്ടാൽ ഓർക്കുക അത് ക്യാപിറ്റൽ R ആണ്, അത് 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ റേഡിയസ് ഓഫ് ആക്സിൽ, അപ്പോൾ നമുക്കറിയാം സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ എഫേർട്ട് നീഡഡ് ടു റോൾ അപ്പ് എ ലോഡ് ഓഫ് 500 ന്യൂട്ടൺ. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എഫേർട്ടാണ്. ലോഡ് എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട് 500 ന്യൂട്ടൺ എന്നുള്ളത്.
അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ലെറ്റർ ആർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എങ്കിൽ 500 ന്യൂട്ടൺ ബൈ എഫേർട്ട് അറിയില്ല ഈക്വൽ ടു ആർ ബൈ ആർ. ആർ എന്ന് പറയുന്നത് 10 ആണ്. 10/2 എന്ന് പറയുമ്പോൾ നമുക്ക് 5 കിട്ടും. ഈ ഇയും 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫേർട്ട് ഈക്വൽ ടു 500/5 വരും. ആൻസർ എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ എഫേർട്ട് കിട്ടി 100 ന്യൂട്ടൺ. വളരെ സിമ്പിൾ ചോദ്യം. ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ ലെങ്ത് ഓഫ് എ ലിവർ ഈസ് 90 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ എഴുതാം ലെങ്ത് 90 സെൻറ്റിമീറ്റർ ആണ്. ആൻ എഫേർട്ട് ഓഫ് 150 ന്യൂട്ടൺ ആക്ടിങ് അറ്റ് വൺ എൻഡ് ബാലൻസസ് എ ലോഡ് ഓഫ് 300 ന്യൂട്ടൺ അറ്റ് ദി അതർ എൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഫേർട്ട് കിട്ടി 150 ന്യൂട്ടൺ. അത് ആക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ആക്ട് ചെയ്തിട്ട് അപ്പുറത്ത് ഒരു ബാലൻസിങ് നടത്തുന്നുണ്ട്. ആ ബാലൻസിങ് നടത്തുന്ന അടുത്ത സൈഡിൽ അപ്പുറത്തെ സൈഡിലുള്ള ലോഡ് എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ ആണ്. അപ്പോൾ ലോഡ് കിട്ടി 300 ന്യൂട്ടൺ. ദ ഫൾക്രം ഈസ് അറ്റ് 60th സെൻറ്റിമീറ്റർ. ഫൾക്രം എവിടെയാണ് കിടക്കുന്നത്? 60th സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. ചെക്ക് വെദർ ദ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ ഈസ് ട്രൂ ഓർ നോട്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ചെറിയൊരു പിക്ചർ വരച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ആൻ എഫേർട്ട് ഓഫ് 150 ന്യൂട്ടൺ ആക്ടിങ് അറ്റ് വൺ എൻഡ് ബാലൻസസ് എ ലോഡ് ഓഫ് 300 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ലോഡ് ഉണ്ട്. ആ ലോഡാണ് 300 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മയിൽ വേണം, ആദ്യം സസ്പെൻഡ് ചെയ്യുന്ന വെയിറ്റ് ആയിരിക്കും ലോഡ്. അപ്പോൾ ഇവിടെ ലോഡ് എന്ന് പറയുന്നതാണ് 300 ന്യൂട്ടൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ലോഡ് സസ്പെൻഡ് ചെയ്യുമ്പോൾ ഈ കാണുന്ന നമ്മുടെ ലിവർ അല്ലെങ്കിൽ ആ സ്കെയിൽ പോർഷൻ ഇങ്ങോട്ടേക്ക് ബെൻഡ് ആവും. അപ്പോൾ ഇത് ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടി അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് എഫേർട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫേർട്ട് എന്നറിയപ്പെടുക. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 150 ന്യൂട്ടൺ ആണ്. അപ്പോൾ എഫേർട്ടും കിട്ടി ലോഡും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പിന്നെ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫൾക്രം എന്ന് പറയുന്നത് സെൻട്രലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഫൾക്രം ആയിരിക്കും അവിടെ നടുവിലുണ്ടാവുക. അപ്പോൾ ഈ ഫൾക്രം നിൽക്കുന്നത് 60th സെൻറ്റിമീറ്ററിലാണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, സിമ്പിളായിട്ട് നമുക്കിത് കിട്ടും. നമുക്കറിയാം ലോഡ് ആം നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനു മുമ്പേ പ്രിൻസിപ്പിൾ ഓഫ് ലിവറിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കുക. ലോഡ് ഇൻറ്റു ലോഡ് ആം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. ഇതാണ് നമ്മൾ ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലോഡാം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ലോഡാം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ ആവശ്യമുള്ളത് ഫൾക്രത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ലോഡ് മുതൽ ഈ കാണുന്ന ലോഡ് മുതൽ ഈ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ എൻഡ് വരെ 90 ആണ് എങ്കിൽ ആ 90 മൈനസ് ഫൾക്രം ഉള്ളത് 60 സെൻറ്റിമീറ്ററിലാണെങ്കിൽ 90 മൈനസ് 60 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലോഡാം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കിട്ടി 30 സെൻറ്റിമീറ്റർ. ലോഡാം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കിട്ടി 30 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് ഞാൻ ഇവിടെ സൈഡിൽ ചെയ്തിട്ടുണ്ട് ലോഡാം ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ഇനി തൊട്ട് താഴെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫേർട്ടാം ആണ്. അപ്പോൾ എഫേർട്ടാം കണ്ടുപിടിക്കണം. ഇവിടെ നോക്കാം, സ്കെയിൽ മൊത്തത്തിൽ 90 സെൻറ്റിമീറ്റർ ആണ്. ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ ഇവിടെ നിന്നാണല്ലോ നമ്മുടെ ലിവർ തുടങ്ങുക. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എത്രയായിരിക്കും? 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ ആയിട്ടുള്ള ലോഡ് ഇൻറ്റു ലോഡ് ആമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ. അപ്പോൾ ലോഡ് എന്നുള്ളതിന് 300 ന്യൂട്ടൺ കിട്ടും. ഇനി ലോഡ് ആം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ലോഡ് ആം എന്ന് പറയുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് എങ്ങനെ കിട്ടിയത്? ടോട്ടൽ ലിവറിൻ്റെ ലെങ്ത്തിൽ നിന്ന് ഫൾക്രത്തിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ചു. 90 മൈനസ് 60 30 കിട്ടി. അപ്പോൾ 300 ഇൻറ്റു 30 ചെയ്തു. ഈക്വൽ ടു നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എഫേർട്ട് നോക്കാം. എഫേർട്ട് 150 ആണ്. ഇൻറ്റു എഫേർട്ട് ആം നമുക്കറിയില്ല. പക്ഷേ എഫേർട്ട് ആം നമ്മൾ 0 മുതൽ 60 വരെയുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ അതാണ് എഫേർട്ട് ആമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെങ്ത് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 300 ഇൻറ്റു 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9000 കിട്ടും. 150 ഇൻറ്റു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് 9000 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത് ഇക്വേഷൻ
അത് ബാലൻസ്ഡ് ആണ്, അത് ഇക്വിലിബ്രിയത്തിലാണ്, അത് ട്രൂ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 9000 ഈക്വൽ ടു 9000 എന്ന് കിട്ടി. അതായത് ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ആണോ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അത് ഈക്വൽ ആണ് എങ്കിൽ അതിനർത്ഥം അത് ബാലൻസ്ഡ് ആണ്, അത് ഇക്വിലിബ്രിയത്തിലാണ്, പ്രിൻസിപ്പിൾ ഓഫ് ലിവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. എ ലോഡ് വാസ് ലിഫ്റ്റഡ് ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 500 Newton to a height of 4 meter. The same load is lifted to a height of 10 meter by applying an effort of 200 Newton using a simple machine. Is there gain in work done? അപ്പോൾ ഇതിൽ വർക്ക് ഡണിൽ ഗെയിൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓരോ സാധനങ്ങൾ എടുത്തെഴുതാം. എ ലോഡ് വാസ് ലിഫ്റ്റഡ് ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 500 Newton ടു എ ഹൈറ്റ് ഓഫ് 4 meter. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ എഫേർട്ട് ഈക്വൽ ടു 500 Newton എന്ന് കിട്ടി. ഈ എഫേർട്ട് കാരണം ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ജസ്റ്റ് ഇതേപോലെ ഇടാം, അത് നമുക്ക് 4 meter എന്ന് കിട്ടിയിട്ടുണ്ട്. ദ സെയിം ലോഡ് ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 10 meter ബൈ അപ്ലൈയിങ് ആൻ എഫേർട്ട് ഓഫ് 200 Newton. വീണ്ടും നമ്മൾ വേറൊരു എഫേർട്ട് അപ്ലൈ ചെയ്തു, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 Newton ആണ്. അത് കാരണമായിട്ടുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 10 meter. ഇവിടെ ചോദ്യം ഇതാണ്, ഇവിടെ ഗെയിൻ ഇൻ വർക്ക് ഡൺ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. ആകെ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സ്റ്റേറ്റിലും, ഇപ്പോൾ ഇതിൽ ഈ കേസിൽ ഇതാണ് ഫോഴ്സ്, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതാണ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 500 ഇൻറ്റു 4 ചെയ്യും, കാരണം ഇതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആൻസർ 2000 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ് കണ്ടുപിടിച്ചുള്ളത്, വർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ജൂൾ ഇട്ടു. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ 200 ആണ് ഫോഴ്സ്, 10 ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 200 ഇൻറ്റു 10 ചെയ്യും, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2000. അപ്പോൾ നമ്മൾ രണ്ട് വർക്കുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് ഈക്വൽ ടു, ആദ്യത്തെ കേസിൽ വർക്ക് W1 ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ W1 ഈക്വൽ ടു W2 ആണ്, അഥവാ 2000 ജൂൾ ഈക്വൽ ടു 2000 ജൂൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദർ ഈസ് നോ ഗെയിൻ ഇൻ വർക്ക് ഡൺ, ഇവിടെ ഒരു വർക്ക് ഡണ്ണും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സിമ്പിൾ മെഷീനാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, വർക്ക് ഡൺ ഉണ്ടാവില്ല എന്നുള്ളത് ഓർത്തുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ കൃത്യമായി ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, എവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ ഓർഡറുകളിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പിക്ചർ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിക്ചറുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഈ ഫസ്റ്റത്തെ കോളം കാണുന്നത് കംപ്ലീറ്റ് നമ്മുടെ ഫസ്റ്റ് ഓർഡറാണ്, രണ്ടാമത്തെ റോ കാണുന്നത് കംപ്ലീറ്റ് സെക്കൻഡ് ഓർഡറാണ്, മൂന്നാമത്തേത് കംപ്ലീറ്റ് തേർഡ് ഓർഡറാണ്. അപ്പോൾ ഇതിലേതെങ്കിലും എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നുള്ളത് പിക്ചർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒന്ന് ഈ കാണുന്ന എക്സാമ്പിളാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ്, നമ്മുടെ ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്നതായിരിക്കും ലോഡ്. ഫൾക്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പൊസിഷൻ ആയിരിക്കും. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിലായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ ഈ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എഫേർട്ടാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ചില പാർട്ടിൻ്റെ മൂവ്മെൻറ്റുകൾ, ലിവേഴ്സ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞിട്ടൊരു കണ്ടൻറ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓർഡറുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്ലാസ് ലിവറിന് എക്സാമ്പിളാണ് നമ്മുടെ നെക്ക് നമ്മൾ ഇതേപോലെ മുകളിലോട്ടേക്ക് റൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഫേർട്ട് ഇടുന്ന ഭാഗമാണ് നമ്മുടെ ഇവിടെ നോക്കാം എഫേർട്ട്. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ എഫേർട്ട് ഇടുക, ഇവിടെ നിന്നാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫൾക്രം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പാർട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹെഡ് മൂവ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫൾക്രമാണ് സെൻറ്ററിൽ വരിക. എഫേർട്ട് ഒരറ്റത്ത്, ഫൾക്രം ഒരറ്റത്ത്. അപ്പോൾ നമ്മളിങ്ങനെ എഫേർട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ ഹെഡാണ് മുകളിലോട്ടേക്ക് റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോഡ് ഈ പാർട്ടിലായിരിക്കും ഉണ്ടാവുക. സിമിലർലി നമ്മൾ സെക്കൻഡ് ക്ലാസ് ലിവറിന് എക്സാമ്പിളാണ് നമ്മളെ ഹീല്, നമ്മുടെ കാലിൻ്റെ ഹീല് നമ്മൾ മുകളിലോട്ടേക്ക് ഏന്തി നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഫേർട്ട് ഇവിടെ ആയിരിക്കും, ലോഡ് സെൻട്രലായിരിക്കും, ഫൾക്രം എന്ന് പറയുന്നത് ഒരറ്റത്തായിരിക്കും. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ തേർഡ് ക്ലാസ് ലിവർ അഥവാ ഫ്ലെക്സിങ് എൽബോ ആയിരിക്കും.
അപ്പോൾ നോക്കാം, സ്വാഭാവികമായിട്ടും ലോഡ് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഞാൻ ഈ പെൻ ഇങ്ങനെ മുകളിലോട്ടേക്ക് പൊക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളതാണ് എന്ത് ലോഡ് എന്ന് പറയുന്നത്. ഇനി ഫൾക്രം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൾക്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാർട്ടാണ്. ഇനി എനിക്ക് ഈ ഒരു ഫിസിക്കൽ ആക്ഷന് മൂവ്മെൻറ്റിന് സ്ട്രെങ്ത് തരുന്ന പാർട്ട് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് എൻ്റെ മസിലുള്ള പാർട്ടായിരിക്കും. അത് തന്നെയാണ് എഫേർട്ട് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ ലിവേഴ്സ് ഓഫ് ഹ്യൂമൻ ബോഡിയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതേപോലെ ഈ ചാപ്റ്ററിൽ പ്രധാനമായി പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. പിന്നെ ഈസ് ദർ ഗെയിൻ ഇൻ വർക്ക് ഡൺ യൂസിങ് എ സിമ്പിൾ മെഷീൻ എന്ന് ചോദിക്കും. അപ്പോൾ ആൻസർ നോ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടെത്തേണ്ട ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കേസിലും അത് ഇക്വേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻ കൂടിയും ഓർത്ത് വെക്കുക. നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ സെക്കൻഡ് ഓർഡർ ലിവർ ആണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ഓർഡർ ലിവറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ലോഡ് ബൈ എഫേർട്ട് വെച്ചാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ലോഡ് ബൈ എഫേർട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ മൂവബിൾ പുള്ളിയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആയിരിക്കും. ആ സമയത്ത് ലോഡും അതേപോലെ എഫേർട്ടും തമ്മിലുള്ള റിലേഷൻ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ലോഡ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ അത് 2 times എഫേർട്ടായിരിക്കും. എഫേർട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ അത് ലോഡ് ബൈ 2 ആയിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൃത്യമായി പഠിച്ചു പോവുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുമായി ബന്ധപ്പെട്ട് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈനൽ ടച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫൈനൽ എക്സാമിന് മുമ്പായിട്ട് ഒരു പ്രീ മോഡൽ ഒരു മാരത്തോൺ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും ആയിട്ട് പരിചയപ്പെടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഓക്കെ, ഗുഡ് ലക്ക്.